أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇസ്ലാമിക സംവിധാനം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞ മഹാൻ, ഒരു മുസ്ലിമിന്റെ ആദർശ വിശുദ്ധി എത്രയാണെന്ന് ലോകത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞ ഭരണാധികാരി, സാമ്രാജ്യത്വ ശക്തികൾ മുഴുവനും മുട്ടുമടക്കുമ്പോഴും നിവർന്നു നിന്നാൽ മേൽക്കൂരയിൽ തലതൂടിനുള്ളിൽ ആർഭാടം എന്തെന്നറിയാതെ ജീവിച്ച മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ മദീനയിലെ മിമ്പറിൽ ഖുതുബയോതുമ്പോ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വയറിന്റെ ഉള്ളിൽ നിന്ന് വിശപ്പ് കൊണ്ട് വയറ് ഒന്നുമില്ലാത്തത് കാരണം വയറിന്റെ ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോ താഴെയിരിക്കുന്ന സ്വഹാബിമാർ കേൾക്കുന്നുണ്ട്. ഉമർ എന്നവരുടെ വയറിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം. ഉമർ എന്നവർ വയറിനെ തടവിയിട്ട് ഖുതുബക്കിടയിൽ പറയുന്നു, യാ ബത്നു, എന്റെ വയറെ, ഖർഖരി ഔ ലാ തുഖർഖിരി ലാ തശ്ബഈന ഹത്താ യശ്ബഅ ഔലാദുൽ മുസ്ലിമീൻ. ഉമറിന്റെ വയറെ, നീ ശബ്ദമുണ്ടാക്കിക്കോ, ശബ്ദമുണ്ടാക്കാതിരുന്നോ, അതൊന്നും പ്രശ്നമല്ല. മുസ്ലിമീങ്ങളിലെ വിശ്വാസികളിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നവരെ ഉമറെ, നിന്റെ വയറ്റിലേക്ക് ഞാൻ ഭക്ഷണം തരില്ല എന്ന് സ്വന്തം വയറ് തടവി പറഞ്ഞ ഖലീഫയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ റസൂലുള്ളാഹി ഏതൊരു കാര്യം പറയുമ്പോഴും ഖറജ്തു അനാ വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമർ എന്നവരും പുറത്തുപോയി. ദഖൽതു അനാ വ അബൂബക്കറിൻ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും കടന്നു വന്നു. സാഫർതു അനാ വ അബൂബക്കറിൻ വ ഉമർ, ഞാനും അബൂബക്കറും ഉമർ എന്നവരും റളിയല്ലാഹു അൻഹുമാ, ഞങ്ങൾ യാത്ര പോയി. എല്ലാം ഒരുമിച്ചാണ് പറയുന്നത്. ആ അഷ്റഫുൽ ഖൽഖിന്റെ കൂടെ ഹബീബിന്റെ പരിശുദ്ധമായ റൗളയിൽ ഒരുമിച്ച് കടക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിച്ചതും ആ മഹാനുഭാവന് വലിയ സൗഭാഗ്യമാണ്. ലോകത്തോട് വിട പറയുമ്പോ സ്വന്തം മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹ്, മഹാനായ ഉമർ എന്നവർ വയറിന് കുത്തേറ്റ് വയറാകമാനം കഷ്ണം കഷ്ണമായി വൻകുടലും ചെറുകുടലുകളും മുറിഞ്ഞുപോയിട്ട് ലോകത്തോട് യാത്ര പറയാനിരിക്കുമ്പോ, യാ അബ്ദുല്ലാഹ്, മോനെ, ഇസ്തഅദിൻ ആയിഷ, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹദിയായ ഹബീബിന്റെ ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ചെന്നിട്ട് സമ്മതം ചോദിക്കണം. എന്താ പറയേണ്ടത്? യസ്തഅദിനുകി ഉമറു, ഉമർ എന്നവർ നിങ്ങളോട് സമ്മതം ചോദിക്കുന്നുണ്ട്. എന്തിന്? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ, അങ്ങയുടെ ഉപ്പയുടെ കൂടെ ആ പരിശുദ്ധമായ ഹുജ്റത്തു ശരീഫയിൽ അവിടെ കിടക്കാൻ ഒരിടം തരുമോ എന്ന് ആയിഷ ബീവിയോട് പറയണം. ഉമർ എന്നവർ സമ്മതം ചോദിക്കുന്നുണ്ട് എന്ന്. അമീറുൽ മുഅ്മിനീൻ എന്ന് എന്നെപ്പറ്റി പറയരുത്. വലസ്തു ലിൽ മുഅ്മിനീന അമീറാ, ഇനി ഞാൻ അമീറല്ല, ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല. അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞേക്കരുത്. ഉമർ സമ്മതം ചോദിക്കുന്നു എന്ന് പറയണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു മുസ്ലിം ഉമ്മത്തിന് നൽകിയ, സ്വന്തത്തിന് കാത്തുവച്ചിരുന്ന ഒരിടം, സ്വന്തം ശരീരത്തിന് വേണ്ടി കാത്തുവച്ചിരുന്ന ഒരിടം, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഈഥാർ. وَيُؤْثِرُونَ عَلَى أَنفُسِهِمْ وَلَوْ كَانَ بِهِمْ خَصَاصَةٌ, ഒരു മനുഷ്യന് ആവശ്യമുണ്ടായിരിക്കെ, അത്യാവശ്യമുണ്ടായിരിക്കെ അത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും സവിശേഷമായ ഈഥാർ എന്ന ഗുണം ലോകത്ത് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഈഥാർ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉമർ എന്നവർക്ക് ചെയ്തു കൊടുത്ത ഈഥാറാണ്. സ്വന്തത്തിന് വേണ്ടി കണ്ടുവച്ചിരുന്ന സ്ഥലം സ്വന്തം ഹബീബിന്റെ കൂടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ, സ്വന്തം ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ റൗള ഷരീഫിൽ തനിക്കും കടക്കണമെന്ന് കൊതിച്ച് ഒരു ഖബറിന്റെ സ്ഥലമാണ് അവിടെയുള്ളത്. ആ സ്ഥലം തനിക്ക് വേണമെന്ന് കൊതിച്ചു വെച്ചിരുന്ന സ്ഥലമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത്. മരിക്കാറാകുമ്പോഴേ മോനോട് പറഞ്ഞു, ബീവിയോട് ചെന്ന് ചോദിക്കണം, ഉമർ എന്നവർ സമ്മതം ചോദിക്കുന്നുണ്ട് എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമർ എന്നവർ ചോദിക്കുന്നുവെങ്കിൽ ഞാനത് കൊടുക്കാൻ ഒരുക്കമാണ്.
കൊടുത്തു കഴിഞ്ഞു. മകൻ തിരിച്ചു വരുമ്പോ വാപ്പയെ കണ്ടിട്ട് ആദ്യം പറഞ്ഞു, അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ എന്നവരെ സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സമ്മതം നൽകിയിട്ടുണ്ട് റൗളയിൽ കടക്കാൻ. ആ പുഞ്ചിരിയാണ് ഉമർ എന്നവരുടെ മുഖത്ത് അവസാനം വിടർന്ന പുഞ്ചിരി. ഉമർ എന്നവർ ഒന്നുകൂടെ പറഞ്ഞു, മോനെ, വാപ്പങ്ങ് മരിച്ചാൽ വാപ്പയുടെ ജനാസയുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ അരികത്തെത്തുമ്പോൾ ഒന്നുകൂടെ ബീവിയോട് ചെന്ന് ചോദിക്കണം, ആയിഷ ബീവിയോട് ഒന്നുകൂടെ സമ്മതം മേടിക്കണം എനിക്ക് വേണ്ടി. ഉമർ എന്നവർ സമ്മതം ചോദിക്കുന്നുണ്ട്, ബീവി ഹബീബിന്റെ കൂടെ കടന്നോട്ടെ എന്ന് രണ്ടാമതൊരു സമ്മതം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കണം. ബീവി തന്നില്ല എങ്കിൽ മുസ്ലിമീങ്ങളായ ആളുകൾ കടന്നുറങ്ങുന്ന ജന്നത്തുൽ ബഖീൽ എവിടെയെങ്കിലും ഒരു സ്ഥലം എനിക്ക് കിട്ടിയാൽ മതി. ബീവി സമ്മതിക്കുകയില്ലെങ്കിൽ, ബീവി സമ്മതിച്ചാൽ സമ്മതിച്ചാൽ അത് മതി. ബീവിയോട് രണ്ടാമതും കൂടെ സമ്മതം ചോദിക്കണം എന്ന് മകനെ വസിയത്ത് ചെയ്തു മരിച്ച വാപ്പയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയാണ് ഹബീബിന്റെ കൂടെ കിടക്കുന്നത്. നമ്മൾ മൂന്നുപേരും ഇങ്ങനെ തോളിൽ പിടിച്ചു നടക്കുന്ന പോലെ ഇങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത് എത്രയാണ് അഷ്റഫുൽ ഖൽഖ് പറയുമായിരുന്നത്. ആ ഭാഗ്യം കിട്ടിയ മഹാൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തിട്ടേച്ചുപോയ മായാമുദ്രകളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അമീറുൽ മുഅ്മിനീൻ കരഞ്ഞുകൊണ്ടൊരു ദിവസം പറയുന്നു. ഇമാം മുജാഹിദ് എന്നവര് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, മഹാനായ ഉമർ എന്നവരുടെ മകനിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് അസറാണിത്. ലൗ മാത ജദിയുൻ ബിതറഫിൽ ഫുറാത്ത് ലഖശീതു അൻ യുഹാസിബല്ലാഹു ബിഹി ഉമർ യൗമൽ ഖിയാമഹ്. ഉമർ എന്നവർ കരയുന്നു. ലൗ മാത ജദിയുൻ ബിതറഫിൽ ഫുറാത്ത്, ഇറാഖിൽ കിടക്കുന്ന ജസീറത്തുൽ അറബിന്റെ അപ്പുറത്ത് ഇറാഖിൽ കിടക്കുന്ന യൂഫ്രട്ടീസ് നദിയുടെ അരികത്ത് അതിന്റെ ഓരങ്ങളിൽ അതിന്റെ വക്കുകളിൽ ഏതെങ്കിലും ഒരു മൃഗം കാലിടറി ചത്തുപോയാൽ, ഒരൊട്ടകക്കുഞ്ഞ് ചത്തുപോയാൽ നാളെ അല്ലാഹു തആല ഉമറിനോട് ചോദിക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. ലിമലം തുമഹിദ് ലഹ തുരീഖ യാ ഉമർ, ഉമറേ ആ ഒട്ടകത്തിന് നടക്കാനുള്ള വഴി എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പേവ്മെന്റ് ചെയ്തു കൊടുത്തില്ല? എന്തുകൊണ്ട് ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും നദിയുടെ വക്കുകളിലൂടെ ഒട്ടക സംഘം യാത്ര പോകുമ്പോ അവിടുത്തെ വഴി എന്തുകൊണ്ട് നന്നാക്കി കൊടുത്തില്ല എന്ന് ഒരൊട്ടകം അവിടെ വീണ് കാലിടറുകയോ ചത്തുപോവുകയോ ചെയ്താൽ നാളെ അല്ലാഹു എന്നെ ചോദ്യം ചെയ്യുമോ എന്ന് ഉമർ പേടിക്കുന്നു എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വ ബോധത്തിന്റെ പ്രഖ്യാപനം ചെയ്ത അമീറാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം ലോകത്ത് ഭരണം നടന്നപ്പോ, ഖിലാഫത്തുർ റാഷിദ് നടന്നപ്പോ, അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച് ലോകത്ത് ഭരണം നടന്നപ്പോ മനുഷ്യർക്ക് മാത്രമല്ല നീതി ലഭിച്ചത്, ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും ജന്തുക്കൾക്കും എല്ലാം നീതി. ഉമർ എന്നവരുടെ ഈജിപ്തിലെ അമീറായിരുന്നല്ലോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. ഈജിപ്തിലെ ഫുസ്താത്ത് എന്ന് പറയുന്ന നഗരമുണ്ട്. ഫുസ്താത്ത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ വന്നപ്പോ ഖൈറോയുടെ ഭാഗമാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്ന ഒരു ചെറിയ കൂടാരമുണ്ടായിരുന്നു, ടെന്റുണ്ടായിരുന്നു. മഹാനവറുകൾ അവിടെ നിന്ന് വീട് മാറാൻ പോകുമ്പോ ഒരു പ്രാവ് വന്ന് മുട്ടയിട്ടിട്ടുണ്ട്. ഒരു പ്രാവ് മുട്ടയിട്ടിട്ടുണ്ട്. മുട്ട വിരിഞ്ഞിട്ടില്ല, കുഞ്ഞുങ്ങളായിട്ടില്ല. ആ കൂടാരം പൊളിക്കാൻ പോകുമ്പോഴാണ് അസ്ഹാബ് എന്ന് പറയുന്നത് അംറുവിനോട്, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവേ, ഒരു പക്ഷി ഇവിടെ കൂട് വെച്ചിട്ടുണ്ട്, എന്ത് വേണം? ഒരു പക്ഷിയുടെ കൂടുണ്ട്. നമ്മൾ ഈ പന്തലുണ്ടാക്കി ഒരു പക്ഷിയുടെ കൂടുണ്ട്, പന്തൽ പൊളിക്കുമ്പോഴാണ് കാണുന്നത്, എന്ത് ചെയ്യും? അമീറുൽ മുഅ്മിനീൻ നമ്മൾ എന്ത് ചെയ്യണം? അമീറുൽ മുഅ്മിനീൻ അല്ല, അമീറുൽ മുഅ്മിനീന്റെ അമീറാൻ ഇസ്ലാമിക ഖലീഫയുടെ ഗവർണറാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഈജിപ്തിലാണ് സംഭവം, ആഫ്രിക്കയിലാണ്, ഈജിപ്തിലാണ് സംഭവം. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തുസ്ഇജു ത്വായിറൻ നസല ബിജിവാരിനാ.
നമ്മളുടെ അരികത്ത് വന്ന് പാർക്കാൻ വന്ന ഒരു പക്ഷിയെ നിങ്ങളാരും ബുദ്ധിമുട്ടാക്കരുതേ. വഹല്ല ആമിനൻ ഫീ റിഹാലിനാ, നമ്മുടെ കൂടാരങ്ങളിൽ സുരക്ഷ വിചാരിച്ച് കടന്നു വന്ന ഒരു പക്ഷിയെ ബുദ്ധിമുട്ടാക്കരുതേ. അജ്ജിലുൽ അമൽ ഹത്താ തഫറുഖ വതത്വീർ, ഈ കൂടാരം പൊളിക്കുന്നത് ഈ പക്ഷിയുടെ മുട്ടകൾ വിരിഞ്ഞതിന്റെ ശേഷം മതി, പക്ഷികൾ പറക്കാൻ തുടങ്ങിയതിന്റെ ശേഷം മതി. അതുവരെ ഞാൻ താമസിക്കുന്ന ഈ ടെന്റ് പൊളിക്കൽ നിങ്ങൾ നിർത്തിവെക്കണം. ആ പക്ഷിയുടെ മുട്ടകൾ വിരിഞ്ഞോട്ടെ, ആ പക്ഷിയെ ബുദ്ധിമുട്ടാക്കരുത്. നമ്മുടെ അരികത്ത് വന്ന് താമസിക്കുന്ന പക്ഷിയല്ലേ അത്. ലാ തുസ്ഇജു ത്വായിറൻ നസല ബിജിവാരിനാ, നമ്മുടെ അയൽപ്പക്കത്ത് വന്ന് താമസിക്കുന്ന ഒരു പക്ഷിയെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ഈ ചരിത്രം പറയുമ്പോ അയൽവാസിക്ക് വീട്ടിലേക്ക് വാഹനം കടന്നു പോകാൻ വഴി കൊടുക്കാത്ത പിഷ്കന്മാരൊക്കെ ഒന്ന് കേട്ടോളി. ഒരു പക്ഷിയെ ബുദ്ധിമുട്ടാക്കരുത്. നസല ബിജിവാരിന, നമ്മുടെ അയൽപ്പക്കത്ത് താമസിക്കാൻ വന്ന ഒരു പക്ഷിയെ ബുദ്ധിമുട്ടാക്കല്ലേ. വഹല്ലാമിനൻ ഫീ റിഹാലിനാ, നമ്മുടെ അരികത്ത് വന്ന് പാർക്കാൻ വന്ന ഒരു പക്ഷിയെ നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടുത്തരുതേ. ഇതാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ മുഅ്മിനീന്റെ അമീറായ ഗവർണറായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻക യാ അംർ, റളിയല്ലാഹു അൻക യാ ഉമർ, ഉമർ എന്നവരെ അംർ എന്നവരെ അല്ലാഹു നിങ്ങൾക്ക് റളിയല്ലാഹു അൻകുമാ വഅർളാകുമാ, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. ഇസ്ലാമിക ലോകം അനുഭവിച്ചത് ഈ നീതിയുടെ ഏറ്റവും മനോഹരമായ ഉദാത്തമായ മാതൃകകളാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉത്തരവാദിത്ത ബോധത്തിന്റെ ഭരണമേറ്റെടുക്കുന്നത്, അധികാരമേറ്റെടുക്കുന്നത് തീർച്ചയായും അലങ്കാരമല്ല, അധികാരമെന്നത് ഉത്തരവാദിത്വമാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, മാ മസലി വമസലു ഹൗലാ ഇല്ലാ കഖൗമിൻ സാഫറു ഫദഫഉ നഫഖാതിഹിം ഇലാ റജുലിൻ മിൻഹും فقالوا لا أنفق علينا فهل له أن يستأثر منها بشيء قالوا يا أمير المؤمنين قال فكذلك مثلي ومثلكم. ഉമർ എന്നവർ പറയുന്നു, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. യാത്ര പോകുന്ന ഒരാൾ, ഒരുപാട് ആളുകൾ യാത്ര പോകുന്നു, അവരുടെ ചെലവ്, അവർക്ക് ചെലവഴിക്കാനുള്ള സാധനങ്ങൾ, സംഖ്യകൾ എല്ലാം ഒരാളെ ഏൽപ്പിക്കുന്നു. ആ ആളോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്ത് ചെലവ് വന്നാലും ഇതാ ഞങ്ങളുടെ പൈസ നീ പിടിച്ചോ, ഞങ്ങളെല്ലാവർക്കും വേണ്ടി യാത്രയിലെ ചെലവ് ഞങ്ങളുടെ പൈസ നിങ്ങളെ ഏൽപ്പിക്കാം, നിങ്ങളതിൽ നിന്ന് ചെലവഴിക്കണം എന്ന് പറഞ്ഞു കൊടുത്താൽ ആ പൈസയിൽ നിന്ന് ഇയാൾക്ക് എന്തെങ്കിലും എടുക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അത് അവരുടേതാണ്, ജനങ്ങളുടേതാണ്. ഇതുപോലെയാണ് മസലീവ മസലൂക്കും, നിങ്ങളുടേതാണ് ഞാൻ കൈകാര്യം ചെയ്യുന്ന സ്വത്ത്, അത് എന്റേതല്ലാതെ ഞാൻ അതിന് ഉത്തരവാദിയാണ്. ഞാൻ എന്റെ ശരീരത്തെ നിങ്ങളെക്കാളും എന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ എനിക്ക് പാടുള്ളതല്ല എന്ന് സ്വന്തം ജനങ്ങളെ പഠിപ്പിച്ച അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.